തുറമുഖം വലിച്ചെറിഞ്ഞുകൊണ്ട് തങ്ങളാണ് കർഷകർക്കും ഒപ്പമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതീയ കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന बोलो भारत माता के जय, बोलो भारत माता के। മനു വേറെ ആംഗിൾ പിടിക്കുക. भारत माता के, बोलो भारत माता के। स्वागतम सुस्वागतम, स्वागतम सुस्वागतम, KFC स्वागतम। ഹലോ ഓഡിയോ ഒക്കെ ആണോ? ബൈറ്റ് വരുന്നുണ്ടേ. കണ്ണാടി പാർട്ടികളിൽ നിന്നാണ് BJP-യുടെ ജനത്തിന് വായിക്കുന്ന താത്തായി കിരികിരി അടിക്കണം. ഗുരുതരമായൊരു പ്രതിസന്ധി കേരള ഗവൺമെന്റ് 240 രൂപയാണ് അവരത് കുറച്ച് തരുന്നെങ്കിൽ 1 കിലോ നെല്ലിന് 30 രൂപ. ഇപ്പൊ കർഷകർ ഈ ഒരു ആത്മഹത്യയിൽ അവർ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. കേന്ദ്ര കർഷകരൊക്കെ പറയുന്നത് കേന്ദ്രം കൊടുക്കുന്ന പണം പണമില്ല ഇവർക്ക് പണക്കാരല്ല. CPM നേതാക്കളാണ് പറയുന്നത് 1 രൂപയുടെ കുറച്ച് പൈപ്പൊക്കെ മോദി സർക്കാർ 1 രൂപയുടെ കുടിശ്ശിക MSPയുടെ കാര്യത്തിൽ കേരളത്തിൽ കൊടുക്കാനില്ല. മുഴുവൻ പണവും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ പണം വഞ്ചനയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. അതിന് ശക്തമായ പ്രതിഷേധം ഈ മണ്ഡലത്തിൽ അലയടിച്ചു. പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരില്ല. അവിടുത്തെ OP മാത്രമേ ഉള്ളൂ. കിടത്തി ചികിത്സ അവതാളത്തിലായി ഒന്നുമില്ല. അവിടെ എക്സ്റേ യൂണിറ്റ് ഇല്ല, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ലാബില്ല. മെഡിക്കൽ കോളേജ് ഒരു കെട്ടിടമായി മാറി. ഒരാൾ ഇവിടെ ശ്രദ്ധിക്കാനില്ല. ഷാഫിപ്പറമ്പിൽ 15 കൊല്ലം ഇവിടെ MLA ആയിരുന്നു. സർക്കാരിന്റെ മെഡിക്കൽ കോളേജാണെന്ന് പറഞ്ഞു. പട്ടികജാതിക്കാരുടെ പേരിൽ കൊണ്ടുവന്ന മെഡിക്കൽ കോളേജാണ്. തകർന്ന് തരിപ്പണമായി. മുനിസിപ്പാലിറ്റിയുടെ കൺവെൻഷൻ സെന്റർ പൊളിച്ചിടാൻ പറഞ്ഞു. ഷാഫിപ്പറമ്പിൽ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ഒരു കരാറുകാരന് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ദുരിതത്തിലുണ്ടായത്. ഇതെല്ലാം ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എല്ലാ വികസന പ്രശ്നങ്ങളും കാർഷിക പ്രശ്നങ്ങളും ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ UDF-ഉം LDF-ഉം സാമുദായിക ധ്രുവീകരണത്തിന് വേണ്ടി മാത്രമാണ് പരിശ്രമിക്കുന്നത്. എന്നാലോ യഥാർത്ഥ പ്രശ്നം കാണുന്നില്ല. വയനാട്ടിൽ മാനന്തവാടിയിൽ
5 ഏക്കർ 60 സെന്റ് സ്ഥലം വക്കഫായിരിക്കുന്നു. ഇതൊക്കെ ഇംഗ്ലീഷ് ചാനലുകളിലെല്ലാം വാർത്ത വന്നിരിക്കുന്നു. എല്ലാ മലയാളം ചാനലുകളിൽ കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. 5.6 ഏക്കർ സ്ഥലം മാനന്തവാടിയിൽ വക്കഫ് ചെയ്തിരിക്കുന്നു. എന്താ കഥ? തോന്നിയ പോലെ ആളുകൾ പണം സ്ഥലം വക്കഫ് ചെയ്യാണ്. ഒരു കാര്യം ഗവൺമെന്റ് പറയുന്നില്ല. എവിടെയൊക്കെയാണ് നോട്ടിഫൈ ചെയ്തത് പറയുന്നില്ല. ഇന്നലെ മന്ത്രി പറഞ്ഞു, ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി, പാലക്കാട് കൽപ്പാത്തിക്കൊന്നും ഭീഷണിയില്ല. എങ്ങനെ പറയുന്നത്? കൽപ്പാത്തിക്കും ധോണിക്കും നൂറിനിക്കും ഭീഷണിയുണ്ട്. കാരണം അവിടെയൊക്കെ ഈ തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ അടിയന്തരമായി മുനമ്പത്തും ചെല്ലാനത്തും എല്ലാം ഇടപെട്ട് വീട് കുടിയൊഴിയുന്നവർക്ക് കരമടച്ച് രസീത് കിട്ടുന്നില്ല. കറണ്ട് ചാർജിന് പുതിയ കണക്ഷൻ എടുക്കാൻ പോകുമ്പോൾ അവന് കിട്ടുന്നില്ല. സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല. സ്ഥലത്തിൻ്റെ പേരിൽ ലോൺ എടുക്കാൻ പറ്റുന്നില്ല. പെൺമക്കളെ കല്യാണത്തിന് സ്വർണം പണയം വെക്കാൻ ചെന്ന് ബാങ്കുകാർ എടുക്കുന്നില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. ഇത് സാമുദായിക പ്രശ്നമല്ല. കുടിയിറക്ക് ഭീഷണിയുള്ള ആളുകളെ ആശങ്കയിലാക്കിയിട്ട് സർക്കാർ ഒന്നും വേണ്ടിയില്ല. LDF-ഉം UDF-ഉം വേണ്ടിയില്ല. ഒരു നിയമസഭയിൽ യുനാനിമസ് പ്രമേയം പാസ്സാക്കി. ഞങ്ങളതാണ് ചോദിക്കുന്നത്. കൽപ്പാത്തിനപ്പുറം ആശങ്കയാണ്. കൽപ്പാത്തിയിലും നൂറിനിയിലും ധോണിയിലും ഇത്തരം ആശങ്കകളുണ്ട് എന്നാണ് താമസക്കാർ പറയുന്നത്. ഇങ്ങോട്ട് മന്ത്രി പറഞ്ഞിട്ട് ഈ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പൊ മാനന്തവാടിയിൽ എങ്ങനെ വന്നു? എന്റെ ചോദ്യം, മാനന്തവാടിയിൽ 5.6 ഏക്കർ സ്ഥലം എങ്ങനെ വക്കഫായി? തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിനടുത്ത് എങ്ങനെ ഈ വക്കഫായി? ഇത് മാധ്യമപ്രവർത്തകർ അത് അന്വേഷിക്കണം. ഇതൊരു സാമൂഹ്യ വിപത്താണ്. ഇന്നലെ ഡോക്ടർ പറഞ്ഞത് പാലക്കാട്ടെ മത്സരം അത് അവസാനം വരെ അങ്ങനെ തന്നെ പറഞ്ഞു. ജനങ്ങൾക്കറിയാം പാലക്കാട് മാധ്യമ വിശകലനം എതിർ പാർട്ടിക്കാരുടെ പ്രചാരണമൊന്നുമല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ശരിയായ നിലയിൽ വോട്ടർമാരെ കാണുന്നു. വോട്ടർമാരുടെ മനസ്സ് BJPക്ക് അനുകൂലമാണ്. എന്ത് ചെയ്തു? അവരോടല്ലേ മറുപടി പറയേണ്ട ചോദ്യം ചോദിച്ച ബാക്കി എല്ലാവർക്കും തോറ്റടിക്കുന്നത് എന്താണ്? UDF-ന്റെ കള്ളപ്പണ ഇടപാടിനെ പറ്റി അയാളെ ഉപദ്രവിക്കാൻ പാലക്കാട് വന്നു അവിടെ മത്സരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലക്കാരനായിട്ടുള്ള UDF സ്ഥാനാർത്ഥിക്ക് പത്തനംതിട്ട ജില്ലാ അഡ്മിൻ തന്നെ പോസ്റ്റിടില്ല. പത്തനംതിട്ടക്കാരെ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുമ്പോൾ അവർ അഡ്മിൻ തന്നെ പോസ്റ്റ് വളരെ സജീവം അറിയാം. അത് ജനങ്ങളത് ശരിയായി വിലയിരുത്തി. പാലക്കാട്ടുകാർക്ക് ഒരു സ്വത്വബോധമുണ്ട്. അത് മറക്കരുത്. പാലക്കാട്ടുകാർക്ക് ഒരു സ്വത്വബോധമുണ്ട്. എല്ലാ കാര്യത്തിലും ഭക്ഷണം, അതുപോലെ സംസ്കാരം, സ്വത്വബോധമുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഇതുവരെ പറഞ്ഞിട്ടില്ല. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മാത്രം ഇട്ടു. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങളെന്താ അന്വേഷിക്കുന്നത്? പത്തനംതിട്ട നിങ്ങൾ പറയുന്ന നോക്കിയിട്ടാണോ ഞങ്ങൾ പറയുന്നത്? പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മാത്രം എന്തായിട്ടു? അതിനകത്ത് എന്തോ കളി നടക്കുന്നു എന്നുള്ളത് ഉറപ്പല്ല. ഇത് ജനങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഹലോ, എന്റെ നാടാട്ടോ. നമ്മുടെ കാലത്ത് തുടങ്ങിയിട്ടുള്ള ട്രാക്ടർ റാലി കണ്ണാടിയിൽ തുടങ്ങിയിട്ടുള്ള റാലി പുതുപ്പരിസരത്ത് എത്തിയിരിക്കുകയാണ്. അതിനെ സ്വാഗതം പറയാനായിട്ട് ജനറൽ സെക്രട്ടറി രമേശ് അവരെ ക്ഷണിച്ചു. റാലി ഈ രാവിലെ കാലത്ത് തുടങ്ങി കർഷകദ്രോഹ നയങ്ങളുമായി പോകുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള
ഒരു ട്രാക്ടർ റാലിയാണ്. ആ റാലിയുടെ അധ്യക്ഷൻ വേണുഗോട്ടിന് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രേട്ടന് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ BJPയുടെ ചേച്ചിക്കും സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ നിയമസഭയുടെ സ്ഥാനാർത്ഥിയും BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ശ്രീ കൃഷ്ണകുമാർജിക്ക് ജില്ലാ കമ്മിറ്റിയുടെ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് ഹരിയേട്ടന് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ കർഷക മോർച്ചയുടെയും എല്ലാ നാട്ടുകാർക്കും കർഷക മോർച്ച ജില്ലാ കമ്മിറ്റിയുടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷൻ വേണുഗോട്ടിനെ ക്ഷണിച്ചുകൊള്ളുന്നു.